എല്ലാവർക്കും നമസ്കാരം. പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. ഇപ്പോ വയനാട് ഈ ഉരുൾപൊട്ടിയതിനു ശേഷം പല ആളുകളും പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പറയുന്നത്, മുല്ലപ്പെരിയാർ ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന കുറച്ച് ആളുകളെ കണ്ടു. അപ്പൊ അവരെന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കേട്ടു നോക്കാം ഫസ്റ്റ്. അത് ഈ വയനാട് വിഷയം മാത്രമല്ല, എല്ലാ സമയത്തും മഴ കൂടുകയും എന്തെങ്കിലും പ്രളയം വന്നു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാവാറുണ്ട്. അതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇതല്ലേ വീഡിയോ അല്ലേ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാല് നിങ്ങളെ പേരെന്താ? എറണാകുളത്ത് ഓർമ്മയില്ല. വിഷവാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന, അതായത് ഈഥൈൻ, ബെൻസിൻ മുതലായ വാതകങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്യാസായിട്ടും ലിക്വിഡായിട്ടും ഇത് പുറത്തേക്ക് വരത്തില്ലേ? വരും. ഈ ഫാക്ടറികൾ തകർന്ന് പുറത്തേക്ക് വരത്തില്ലേ? അപ്പൊ കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയിലും സേലത്തും മംഗലാപുരത്തും ഉടുപ്പിയിലുള്ള ജനങ്ങള് വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കാറ്റ് പോകുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങൾ വീഴില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തം സംഭവിക്കില്ലേ? അതൊന്ന്. രണ്ട്, റിഫൈനറി ഉണ്ട് ഇവിടെ. ആ ക്രൂഡ് ഓയിൽ കടലിൽ വ്യാപിച്ചാലോ? എത്ര പെട്രോൾ പമ്പുകൾ ഇവിടെ ഉണ്ട്. പെട്രോളും ഡീസലും കടലിൽ വ്യാപിച്ചാലോ? മുല്ലപ്പെരിയാർ ഡാം ഭൂമി കുലുങ്ങിയാൽ എന്താ കേട്ടോ? ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ എന്റെ അഭിപ്രായം, അത് എനിക്കത് തെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ ശരിയായിട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്നല്ല പറഞ്ഞത്, ഭീതി പടർത്തുന്നത് ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷെ എന്റെ അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മുല്ലപ്പെരിയാറിന് ശരിക്കും 50 വർഷമല്ലേ താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ആണ്. 50 വർഷമാണ് കപ്പാസിറ്റി. 100 വർഷത്തിന് മുകളിൽ ഓൾറെഡി കഴിഞ്ഞു. പൊട്ടാൻ വളരെയധികം ചാൻസിന് മാത്രമല്ല, ഇതിന്റെ ഭിത്തികളൊക്കെ വിള്ളലുണ്ട്. ഇത് പൊട്ടിയാൽ, സത്യത്തിൽ ഇത് പൊട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? തീരുമാനാവൂലേ? അല്ല, ഒരു മിനിറ്റ്, തീരുമാനാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിതിൽ ഞാൻ പറഞ്ഞത്, പൊട്ടി നമ്മൾ ഇതിന്റെ താഴെ കമന്റുകളിൽ കൂടുതലും കണ്ടത്, എന്റെ അഭിപ്രായമായിട്ട് പറയണത്, അത് തിരിച്ചുണ്ടാവും. പക്ഷെ കൂടുതലും കമന്റിൽ കണ്ടത് എന്താ അറിയോ? ഇയാള് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പൊ കൂടെ കിടക്കണ ഭാര്യ കുത്തിക്കൊല്ലും എന്ന് വിചാരിച്ച് ഭാര്യനെ ഒഴിവാക്കണം എന്ന് പറയില്ലേ? അതുപോലെ ഹോസ്പിറ്റലിൽ പോയ നേഴ്സ് അഥവാ കൊന്നാലോ, ബാർബർ ഷോപ്പ് പോയാലും കത്തി അയാൾ അറുത്താലോ. പക്ഷെ അതുപോലെയാണോ മുല്ലപ്പെരിയാർ? ഇത് പൊട്ടാൻ സാധ്യത വളരെയധികം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇയാൾ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഓരോ പ്രളയം വരുമ്പോഴും, ഇപ്പൊ വയനാട് ദുരന്തം വന്നപ്പോഴും തരാം എന്തൊക്കെയോ പറയണ്ടുണ്ട്. ഒരു മിനിറ്റ്, അതായത് ഒരു മിനിറ്റ്. അപ്പോ ഈ വയനാട് ദുരന്തം, ഈ പ്രളയം വന്ന സമയത്തൊക്കെ അത് വലിയ വലിയ ചർച്ചകളാവാന്നല്ലാതെ തീരുമാനം ആവണേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഭീതി പടർത്തണ്ടേ? കാരണം എന്നിട്ടെങ്കിലും ആളുകൾ ഇറങ്ങണ്ടേ? ഇത് സത്യന്തമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ ഇതാക്കി വയനാട്ടില് ഈ ഉരുൾപൊട്ടലിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയായിരുന്നോ? എന്താ സംഭവിച്ച അവിടെ? എത്ര ജനങ്ങൾ, 360-ലധികം ജനങ്ങൾ, മനുഷ്യന്മാരല്ലേ മരിച്ചു പോണത്? എത്ര മൃഗങ്ങൾ മരിച്ചിട്ടുണ്ടാവും? എല്ലാം ജീവൻ തന്നെയല്ലേ? അപ്പോ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എറണാകുളം തീരുമാനാവും. 100 ഓൾറെഡി പ്രശ്നമായി കിടക്കുക. ആലപ്പുഴ, ആലക്കടലാവും. 2, തൃശ്ശൂര് തീരുമാനാവും. അവിടെ കേരളത്തിന്റെ പകുതി ചോദിക്കോട്ടെ, ഭൂമി കുലുങ്ങിയപ്പോ ഭൂമി കുലുങ്ങിയെന്ന് പറഞ്ഞാല് ഓക്കെ, അതുപോലെയാണ് മുല്ലപ്പെരിയാർ. ഞാൻ പറഞ്ഞുതരാം. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി ഇപ്പൊ പറയുന്നുണ്ട്. ഇതിലിപ്പോ പറയുന്നത് എന്താ വെച്ചാല് 100 വർഷം പഴക്കം ഉണ്ട് ഇതിൽ പറയുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് വെച്ചാല്, ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കാം. അതിനെ പറ്റിയുള്ള സാധ്യത, പ്രോബബിലിറ്റി, അതിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുല്ലപ്പെരിയാർ 100 വർഷം പഴക്കമായിട്ടുണ്ട്. പക്ഷെ 100 വർഷം പഴക്കം മുമ്പ് പണിതതിന്റെ ഒരു ക്വാളിറ്റിയും ഇപ്പൊ പണിയതിന്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട്. അതൊന്ന്. പിന്നെ കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ആണെങ്കിലും, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ VS ഗവൺമെന്റ് ആണെങ്കിലും, അതിന് മുമ്പ് AK ആന്റണി ഗവൺമെന്റ് ആണെങ്കിലും, മെയിന്റനൻസ് വർക്ക് കൃത്യമായി അവിടെ ചെയ്തു പോകുന്നുണ്ട്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഈ ഡാം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കേരള സർക്കാർ, തമിഴ്നാട് സർക്കാർ, കർണാടക സർക്കാർ, ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കർണാടകയെ ഇത് ബാധിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഈ ഒറ്റ കാര്യത്തിൽ ഇന്റർപ്റ്റ് ചെയ്യണം. അതായത് ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് അല്ല, കേന്ദ്ര സർക്കാരാണ് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് അല്ല ഞാൻ പറയുന്നത്. സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു ഡാം ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന, മരണം സംഭവിക്കാവുന്ന, കോടികളുടെ ആസ്തികൾ നഷ്ടപ്പെടുന്ന, ജീവൻ നഷ്ടപ്പെടുന്ന, ഈ ഒരു പറയുന്ന രീതിയിൽ അപകടം നടക്കാൻ സാധ്യതയുള്ള ഒരു ഡാമാണ് എന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന 4-5 ഗവൺമെന്റുകള് മിണ്ടാതിരിക്കുമോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണ് വേറെ മറുചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞു ഇത് സേഫ് ആയതുകൊണ്ട്, അതായത് ഈ പറഞ്ഞതിൽ ഒരർത്ഥമുണ്ട് സേഫ് ആണ് അതുകൊണ്ടാണ് അവർ മിണ്ടാണ്ടിരിക്കണതെന്ന്. സേഫ് ആണെന്നല്ല, ഈ പറയുന്ന അത്ര ഡേഞ്ചർ ആവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യർ ഭീതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കണ്ടോ? ഇങ്ങനത്തെ ആൾക്കാർ ഭീതിപ്പെടുത്തല്ലേ? അതിന് മുമ്പേ ഉണ്ട്, ഇപ്പോഴാണല്ലോ, ഇതിന് മുമ്പേ ഉണ്ട്. കാരണം 2015 പ്രളയം വന്നപ്പോ ഉണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2018 പ്രളയം കഴിഞ്ഞു, 2019 പ്രളയം കഴിഞ്ഞു, അവിടെ ഒരു പോറൽ പോലും വന്നിട്ടില്ല. മനസ്സിലായേ? 2 പ്രളയങ്ങൾ ആർക്കറിയാം, അത് കാണിക്കുന്നുണ്ടോ? പോറൽ വന്ന് മാധ്യമങ്ങളുണ്ടല്ലോ, ഇവിടെ മാധ്യമങ്ങൾ കടത്തിവിടുന്നില്ല. ഇല്ലല്ല, ഒരു രണ്ട് പയ്യന്മാര്, നമ്മള് സോഷ്യൽ മീഡിയ 2 പയ്യന്മാര് 2 ലക്ഷം ഒപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് സംഭവം തുടങ്ങിയിട്ടുണ്ട്. കേട്ടിരുന്നോ? ഒരു മുല്ലപ്പെരിയാറിലേക്ക് അവരൊന്നും കടത്തി വിട്ടിട്ടില്ല, മാധ്യമങ്ങളെ കടത്തി വിട്ടിട്ടില്ല ഒരാള്. അതെ, ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ. അതായത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ ശരി, ഒരു വാക്കി ഒന്നും പറയണ്ട, ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് ഒരു ഗവൺമെന്റും കൊടുക്കാത്ത കണ്ട. അത് പിണറായി ഗവൺമെന്റ് ആവട്ടെ, കേന്ദ്രമാവട്ടെ, കർണാടക ആവട്ടെ, തമിഴ്നാടാവട്ടെ, എന്തുകൊണ്ട്? അത് ഇവിടുത്തെ മനുഷ്യരുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. അതിനാണ് വോട്ടെടുത്ത് വിട്ടിട്ടുള്ളത്. അവര് പൈസ എല്ലാം മേടിക്കില്ലേ, നല്ല ഞണ്ണല്ലേ, എല്ലാ കാര്യം നടക്കണ്ടല്ലോ, അവർക്ക് കിട്ടേണ്ട എല്ലാം ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണം? ഞാനടക്കമുള്ള, നീ അടക്കമുള്ള നമ്മൾ ഈ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തൂടെ? അതെന്താ അവർ ചെയ്യാത്ത? അങ്ങനെ എന്തിനാണ് ഇതിൽ നിഗൂഢത എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണത്? അങ്ങനെയാണെങ്കിൽ ഉറപ്പ് കൊടുക്കാത്ത. പക്ഷേ ഈ ഡയലോഗ് പറയുന്ന ആളുകള് എന്തുകൊണ്ട് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല? അഫിഡവിറ്റ് കൊടുക്കുന്നില്ല കോടതിയുമായി ബന്ധപ്പെട്ട്? ഇപ്പൊ കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ. ഞാനതാ പറഞ്ഞത്, മാറി മാറുന്ന ഗവൺമെന്റിൽ കൃത്യമായിട്ട് മുല്ലപ്പെരിയാറിനെ വീക്ഷിക്കുന്നുണ്ട്. അവരാവശ്യമായിട്ടുള്ള എന്താ പറയാ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 100 വർഷം പഴക്കമുള്ള പാലത്തിലൂടെ എപ്പോഴും വാഹനം പോകുന്നില്ലേ? ഉണ്ട്. അത് 100 വർഷം മുമ്പ് കേട്ടുന്ന ഒരു പാലത്തിന് അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അത് കണ്ടെന്തോ ഒന്നും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും. അന്ന് അല്ല, പക്ഷെ അന്ന് കെട്ടിയ ആ എഞ്ചിനീയേഴ്സ് അടക്കം പറയുന്നത് 50 വർഷമുള്ളൂ ഇതിന്റെ കപ്പാസിറ്റി എന്നാ അവര് പോലും പറയുന്നത്. നമ്മള് അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു മിനിറ്റ്, ഇനി അതും പറയട്ടെ, ഇവർക്ക് താങ്ങാവുന്ന ലിമിറ്റ്, അതായത് മുല്ലപ്പെരിയാറിന് താങ്ങാവുന്ന ലിമിറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? എന്റെ സംശയം എന്താന്ന് വെച്ചാല്, ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രതികളാവാൻ പോകുന്നത്, പ്രതികൾ എന്നല്ല, ഒരു പക്ഷെ വലിയ ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറും. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന സർക്കാരുകൾ, ഞാൻ പറഞ്ഞ തമിഴ്നാട്, ഇത് രാഷ്ട്രീയമല്ല, CPM ആണ് കേരളം ഭരിക്കുന്നത്. അത് ഇപ്പം ഗവൺമെന്റ് മാറിയേക്കാം. തമിഴ്നാട് ഭരിക്കുന്നത് നമ്മുടെ സ്റ്റാലിനാണ്, കർണാടക കോൺഗ്രസ് ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. 4 പാർട്ടികളാണ്. കർണാടക കോൺഗ്രസ് ആണ്, കേന്ദ്രം BJP. അപ്പൊ ഇവര് മിണ്ടാതിരിക്കുമോ എന്നുള്ളതാണ്. ഇവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കൂലേ? അങ്ങനെ അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തതിനാണ് നമ്മൾ കച്ചറ ഉണ്ടാക്കുന്നത്. എടുക്കാതിരിക്കുന്ന സാഹചര്യം വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാതിരിക്കണം എനിക്ക് തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്? അങ്ങനെ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഇല്ലെങ്കിൽ അത് പറയേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ എന്നാണ് ചോദ്യം. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? മുഖാന്തരം കേസ് കാര്യം നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്തിനാണ് ഒരു കോടതിയിലേക്ക് ഒരു കേസും മാധ്യമത്തിലേക്കും വരേണ്ട ആവശ്യം എന്താണ്? നമ്മൾ വോട്ട് ചെയ്യിപ്പിച്ച് അധികാരത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ അവിടെ ഇല്ലേ? മന്ത്രിമാരില്ലേ? പ്രധാനമന്ത്രി ഇല്ലേ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാളില്ലേ? അല്ലെങ്കിൽ തമിഴ്നാട്ടില് സ്റ്റാലിൻ ഇല്ലേ? ഇങ്ങനെ നേതാക്കന്മാരുണ്ടല്ലോ. ഇവർക്കത് പറയാലോ. ബാക്കി എല്ലാ കാര്യം ഇവർ പറയണ്ടല്ലോ. അതിന് കോടതിയിൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് എന്ന് നിങ്ങൾ കേസ് നടത്തുന്നിട്ട് ഞാൻ പറയുന്നില്ല. ഇല്ലല്ലോ. അവർക്ക് തൊള്ളോർന്ന് പറയാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഉണ്ട്, അവകാശമല്ല, ഉത്തരവാദിത്വം ചെയ്യുന്നില്ലല്ലോ. പൊതുവെ മാധ്യമങ്ങള് എന്തെങ്കിലും മന്ത്രിമാരെന്തെങ്കിലും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇന്ന് വരെ ഒരാളും ഒരു ചോദ്യം നേരിട്ട് ചോദിച്ചിട്ടില്ല. അവര് ഈ പറഞ്ഞതുപോലെ മുൻകൈ എടുത്തിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അത് അവരുടെ വീഴ്ചയാവാം. പക്ഷെ ഈ പറയുന്ന മാധ്യമങ്ങള് സാർ ഇങ്ങനെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഒരു മാധ്യമങ്ങൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചു കഴിയുമ്പോ അവർ തരുന്ന റിപ്ലൈ ഒരു പക്ഷെ നമുക്ക് കുറച്ചും കൂടി വിശ്വസനീയമാവും. അതായത് ഈ ഇനിഷ്യേറ്റീവ് ഇങ്ങനെ പറയുന്ന, ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പറയുന്ന ഒരാളും അതിന്റെ ഒരു മറുപടി കിട്ടാനുള്ള ഒരു പരിപാടി ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനൊരു കാര്യം കൂടെ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നില്ല എന്നൊരു ചോദ്യം എനിക്ക് തോന്നും. അപ്പൊ അതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ 2 പയ്യന്മാരുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല, ഞാൻ നോക്കി വെച്ചിരുന്നതാണ്. അത് ഓട്ടോ ഡ്രൈവർമാരാണെന്ന് തോന്നുന്നത്. അവര് അവിടെ പോകാൻ റെഡിയായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം വോട്ട് വേണമെന്ന് പറഞ്ഞു. അവർ ആ വീഡിയോ 6 മില്യൺ വ്യൂ ഉണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ടോ ഞാൻ കണ്ടു. അതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഈ 2 മില്യൺ, ഈ 6 മില്യൺ എന്ന് പറയേണ്ട ആവശ്യമില്ല, 2 മില്യൺ ആളുകൾ ഈ കണ്ടിരുന്നവര്
സൈൻ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് അത് കേസ് ഫയൽ ചെയ്യാമായിരുന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആവശ്യപ്പെടാവുന്ന രീതിയിൽ പറഞ്ഞു. അതിന് പക്ഷെ അതിന് വേറൊരു സംഭവം ഉണ്ട്. പക്ഷെ അത് നടക്കണില്ല, അത് നടക്കൂല. അതില് ഇവര് ശ്രമിച്ചതാ, നടക്കാഞ്ഞിട്ടാ. അതെന്താ അതാ പറഞ്ഞത്. അതിനെ കുറിച്ച് വേറെ നമുക്ക് ചർച്ച ചെയ്തൊരു വീഡിയോ ഇടാം. പക്ഷെ എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പൊ പറയുന്നത് അവർ അതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ആ QR കോഡ് വഴി കാര്യങ്ങൾ ചെയ്ത്, ആ വീഡിയോ ഞാൻ വെക്കുന്നില്ല, ഇനി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് വെക്കുന്നതാണ്. അപ്പോൾ അവര് ഈ QR കോഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ ഡീറ്റെയിൽ എല്ലാം ചെയ്ത് നമുക്ക് എൻട്രി ചെയ്യാം, നമുക്കും ആവശ്യപ്പെടാം, നമുക്കും നമ്മുടെ സൈൻ അവിടെ ഇട്ട് കൊടുക്കാം എന്നുള്ള സംഭവം ഉണ്ട്. അത് ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിവില്ലായ്മയുടെ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു സംഭവം നോക്കണം. അല്ല, പുള്ളിക്കാരൻ കുറച്ച് ഓവറായിട്ട് ഭീതിപ്പെടുത്തുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം. പക്ഷെ അവര് പറയുന്നതിന് തെറ്റു പറയാൻ പറ്റില്ല. കാരണം നാളെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ജീവൻ പോയിക്കൊണ്ടേയിരിക്കും. ഒരു വയനാട്, ഒരു ചൂരൽമല, ഒരു ആ സ്ഥലം മുണ്ടക്കയം, ഇത്ര സ്ഥലം പോയപ്പോഴേക്ക് 360-400ഓളം ആളുകൾ മരണപ്പെട്ടു. കണക്ക് മാത്രമാണ് 360-370 ഒക്കെ. എത്ര ആളുകൾ നഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞൊരു കാര്യമല്ലേ, വിഷവാതകങ്ങളില്ലേ ഇവിടെ, എത്ര പെട്രോളിയം ഉണ്ട്, എത്ര പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് 8,000-12,000 ഒക്കെ ലിറ്റർ താകുന്ന സംഭവങ്ങളാണ് ഭൂമി കുഴിച്ച് താഴെ അതിന്റെ സംഭവങ്ങളുള്ളത്, ടാങ്കുകളുള്ളത്. പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത്രയും വെള്ളം എന്താ ഈ പുഴയിലും കരത്തിലൊക്കെ ആവില്ലേ? സാധ്യത ഇല്ല എന്നുള്ളത് ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. എടുത്തിട്ടില്ലെങ്കിൽ അത് ആ സർക്കാരിന്റെ വീഴ്ച നല്ല ദുരന്തമായിട്ട് മാറും. ദുരന്തം മാത്രമല്ല അവർ ചെയ്യണത്, എന്താ പറയാ, അവർ കൊലപാതകങ്ങളായിട്ട് മാറും എന്നാണ് പറയാനുള്ളത്. ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, നിലവിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ അതിൽ മാധ്യമങ്ങളോ സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോ ആയിക്കോട്ടെ അവർ ജനങ്ങളെ അറിയിക്കാം എന്നുള്ളതുള്ളൂ. എനിക്കതാണ് ഇപ്പൊ തോന്നുന്നത്. എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതെ അതെ, അത് എന്തെങ്കിലും ഒരു തീരുമാനം അവരെടുക്കുക, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ. കാരണം ഇപ്പൊ രണ്ടാളും പറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഷമീം പറഞ്ഞ രീതിയിലും ചിന്തിക്കാം, ഞാൻ പറഞ്ഞ രീതിയിലും ചിന്തിക്കാം. പക്ഷെ ഇതിനൊരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ഇതിന്റെ അധികാരികൾക്കുണ്ട്. ആ വ്യക്തത വരുത്തിയാൽ ഈ പ്രശ്നം തീർന്നല്ലോ. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തെടുക്കുന്നത്? സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാൻ പറ്റും, കുറച്ചാളുകൾ അങ്ങനെ ആശ്വസിക്കാതിരിക്കും. ഒരാളെങ്കിലും ഒരാൾ ഞാൻ നാളെ ഇത് സംഭവിച്ചു, ഇപ്പൊ അവിടെ നമുക്കൊന്നും ബാധിക്കാൻ ചാൻസ് ഇല്ല. അവിടെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? അവിടെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും അവരുടെ ഒരു പേടി? ഒരാൾ അവിടെ പേടിച്ച് നാളെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്റെ അവസ്ഥ എന്താ, എന്റെ കുടുംബം എന്താ, എന്റെ മക്കൾ എന്താ എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയാണോ? അല്ല, ഇതിന്റെ 10 മടങ്ങ്, ചിലപ്പോൾ 1000 മടങ്ങ് അവർക്ക് ഭയം ഉണ്ടാവാം. അത് മാറ്റേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്ക് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോടും യോജിക്കുന്നു. പക്ഷെ ഇങ്ങനൊരു സംഭവം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ പറയാനുള്ളത് സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടോ ഇതിന്റെ ഒരു നിജസ്ഥിതി, നിലവിലെ സാഹചര്യം എന്താന്നുള്ളത്. നല്ല മഴ വരുന്നുണ്ട്, ആണ് മൂടി ഇരിക്കുന്നത് കേട്ടോ, എല്ലാം മൂടിയുണ്ട്. തുടങ്ങിയപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ജനങ്ങൾ സുരക്ഷിതരാവട്ടെ. ഈ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക.